ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. രാവിലെ നമ്മൾ നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് ഞങ്ങൾ എഴുന്നേറ്റു. ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി. രാവിലെ ഇന്നലെ രാത്രിയിൽ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ വാഗമണ്ണ്, രാത്രിയിൽ മാത്രം. ഇപ്പോൾ പക്ഷേ രാവിലെ തണുപ്പൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ബുഫെയാണ്. ലളിതം സുന്ദരം എന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അത് പൂരിയാകട്ടോ, പൂരിയുണ്ട്, പിന്നെ പുട്ടുണ്ട്, സാമ്പാർ, കടലക്കറി, ബജി, മുട്ട. അപ്പോൾ ഞങ്ങളിത് റെഡിയൊക്കെ ആയി. ഇനി ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യുവാണ്. യേശപ്പാ, നമ്മൾ പോവുക. ഒരു പേയ്മെൻ്റ് ഒക്കെ ചെയ്യാണ്. ഞങ്ങൾ റെഡിയായി പോകാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഞങ്ങൾ ടീ ലേക്ക് ബോട്ടിങ്ങിൻ്റെ അവിടെ എത്തി. ആ വീട് കണ്ടോ, ആ വീട് നമ്മുടെ മൂവി ലവ് 24/7 എന്ന് പറയുന്ന മൂവിക്കകത്തെ വീടാണ്. അതുകൊണ്ട് ഞങ്ങൾ ബോട്ടിങ്ങിന് പോവാട്ടോ. ഒരാൾക്ക് 50 രൂപ ബോട്ടിങ് ഫീ. പിന്നെ നമുക്ക് തൊഴാൻ ആളെ വേണമെങ്കിൽ ആൾക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൾ നമ്മളെ തൊഴിഞ്ഞു കൊണ്ടുപോകും. അയ്യോ പോവാണോ? ഞങ്ങളെ വിടല്ലേ, ഞങ്ങൾ ഇച്ചിരി പേടിച്ചു തോറിയല്ല. എനിക്ക് പേടിയാ, എനിക്ക് ചേട്ടാ ഒത്തിരി ദൂരം ഒന്നും പോണോന്നില്ല കേട്ടോ. പോകുന്നിടത്തോളം ദൂരം പോയിക്കോ. അയ്യോ അങ്ങനൊന്നും എല്ലായിടത്തും വെള്ളമില്ലേ? ഇവിടെ ആയാലും വെള്ളം, അവിടെ ആയാലും വെള്ളം. ഇവിടെ ആകുമ്പോ പെട്ടെന്ന് കരയിലോട്ട് നീന്തി കയറാം. അല്ല, ഇച്ച കേറിയിട്ട് ഞങ്ങളെ നീന്തി കയറ്റി. ആദ്യം നീന്തി പഠിക്കട്ടെ. കേട്ടില്ല. ഈ കണ്ണാടി ഓളെ കൂന്ത ഊരി വെക്കാനും മറന്നുപോയി. യേശു കൊള്ളാമോ? യേശു അയ്യോ സൂപ്പറാണോ? നമുക്ക് തേയിലത്തോട്ടത്തിന്റെ നടുവിൽ കൂടി ഒരു ബോട്ടിങ്. ആ വീട്ടിലാട്ടോ ലവ് 24/7 എന്ന് പറയുന്ന സിനിമയാ. അതിനകത്താണ് ആ വീടുള്ളത്. 20 മിനിറ്റ് കേട്ടോ ബോട്ടിങ്. അതുകൊണ്ട് അങ്ങേ അറ്റത്ത് ആമ്പലുണ്ട് കേട്ടോ. ആമ്പല് കണ്ടോ, നല്ല വയലറ്റ് കണ്ടോ കണ്ടോ. നമ്മൾ അങ്ങനെ ഈ സൈഡിൽ വന്ന് നമുക്ക് ഈ ആമ്പലെല്ലാം കാണും. മിനിറ്റ് ആട്ടോ നമ്മുടെ ബോട്ടിങ്ങിൻ്റെ ടൈം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് ചെയ്യാന്നുള്ളത് മസ്റ്റ് ആട്ടോ. കാരണം നല്ലൊരു വ്യൂ ആണ്. നമ്മൾ ബോട്ടിങ്ങിന് പോകുമ്പോഴും നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് ടീ എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെ തന്നെ ആ ഒരു ബ്രിഡ്ജും എല്ലാം കാണാൻ നല്ല ഭംഗിയാട്ടോ. ഈ ഒരു മൂവിയിൽ ഈ ഒരു വീടിൻ്റെ ഭംഗി എങ്ങനെയാണോ അതിലും കൂടുതലാട്ടോ നമ്മൾ നേരിട്ട് കാണാനായിട്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തോരം അത് മനസ്സിലാവുന്നു എന്ന് അറിയത്തില്ല കേട്ടോ. ഈ ഒരു സ്പോട്ട് അധികം ആൾക്കാർക്കൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ ഇവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് സാവകാശം ഫോട്ടോസും വീഡിയോസും ഒക്കെ ഈ ബ്രിഡ്ജിൽ നിന്ന് എടുക്കാനുള്ള സമയമൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു വീടിൻ്റെ ബാക്ക് വശത്തോട്ട് നല്ല ടീ എസ്റ്റേറ്റ് ആട്ടോ. അപ്പോൾ അവിടെയും നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ നല്ലതാണ്. തിരിച്ചു വരുമ്പോഴത്തെ വ്യൂവും ടീ എസ്റ്റേറ്റ് ആട്ടോ. അതൊക്കെ കാണുക. ഈ ഒരു ബ്രിഡ്ജിൽ നിന്ന് അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. അവിടെ നിന്ന് നെക്സ്റ്റ് സ്പോട്ട് എന്തോ അവിടെ ഒരു ടാങ്കർ ലോറി കിടക്കുന്നുണ്ടോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പെട്രോൾ അടിക്കാൻ പോയൊരു കഥയെപ്പറ്റി. അപ്പോൾ ഞങ്ങൾ വാഗമണ്ണിൽ എവിടെയെങ്കിലും പെട്രോൾ പമ്പ് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു ടാങ്കർ ലോറി അവിടെ കാണും, പക്ഷേ 5 മണി വരെ കാണത്തുള്ളൂ. ആ സമയത്ത് ചെന്നാൽ മാത്രമേ നമുക്ക് പെട്രോൾ കിട്ടത്തുള്ളൂ. അതിനുശേഷം നമുക്ക് പെട്രോൾ വേണമെങ്കിൽ ഇവിടെ ഏതൊക്കെയോ കടയിൽ ബ്ലാക്കിന് വെക്കും. അതായത് നമ്മുടെ വാഗമൺ ടൗണിൽ എവിടെയും പെട്രോൾ പമ്പില്ല. ഇല്ലെങ്കിൽ പിന്നെ നിലപ്പാറയിൽ പോയിട്ട് പെട്രോൾ അടിക്കണം. ടീ ലേക്ക് ബോട്ടിംഗ് എന്ന് പറയുന്നത് വാഗമൺ ടൗണിനോട് ചേർന്നുള്ള സ്ഥലത്തായിരുന്നു. അവിടുന്ന് ഒരു 10 കിലോമീറ്ററോടെ പോകുമ്പോഴാണ് ഉപ്പുതറ എന്ന് പറയുന്നൊരു സ്ഥലം എത്തുന്നത്. ഞങ്ങളുടെ സ്പോട്ട് അടുത്തത് അവിടെയായിരുന്നു. അവിടെയാണ് KPM ഫിഷ് ഫാം ഉള്ളത്. ഈ പോകുന്ന യാത്രയിൽ മനോഹരമായ കാഴ്ചകളാട്ടോ കാണാനായിട്ടുള്ളത്.
അങ്ങനെ മനോഹരമായ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവസാനം ഞങ്ങൾ ഫാമിലെത്തി. ഇത് പഴയ ഒരു ക്വാറിയാട്ടോ. അവരതിനെ നല്ല അടിപൊളി സെറ്റപ്പിലാക്കി വെച്ചേക്കാണ്. ആ ഒരു ക്വാറിയുടെ നടുക്കായിട്ട് ഒരു പോണ്ടുണ്ട് കേട്ടോ. അതിനകത്ത് കൊട്ടവഞ്ചി സഫാരി, അതാണ് ഇവിടുത്തെ മെയിൻ. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് 50 രൂപയാട്ടോ. അതേപോലെ തന്നെ ഈ പോണ്ടിനകത്ത് 2 ആക്ടിവിറ്റി ആട്ടോ ഉള്ളത്. ഒന്ന് കൊട്ടവഞ്ചി സവാരി, അതിനകത്ത് നമ്മൾ കോയിക്കാർപ്പ് ഫിഷിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു വാട്ടർ ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, ഞങ്ങൾ അതിൽ കയറിയതുമില്ല. ഇവിടെ നമ്മൾ എൻട്രി ഫീസ് കൊടുക്കണം. ഒരാൾക്ക് 100 രൂപ വെച്ച് എൻട്രി ഫീസ് കൊടുത്തിട്ട് നമുക്ക് ഈ കൊട്ടവഞ്ചിയെ കയറി മീനെ പിടിക്കാൻ പോകാം. ഫിലോപ്പി ഇത് ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിടിക്കുന്ന മീനെ നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത്. ഇപ്പൊ ആ സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് എന്താണോ റെസ്റ്റോറൻറ്റ് ഉള്ളത് അതേ കഴിക്കാൻ പറ്റും. ഏത് മീനാടിയത്? ചിലോപ്പിയെ പിടിച്ച് നമുക്ക് തിന്നാലോ. എന്താ ജീവിക്കട്ടെ, ഫ്രൈ ചെയ്ത് കഴിക്കാം. കറിയാ വേണ്ടാത്ത. നമ്മള് പോവാണ്. ഞങ്ങള് കൊട്ടവഞ്ചിയിൽ കേറി തിരിച്ചു കൊടുക്കുമ്പോ വരും. ഫോണിലോട്ട് വെള്ളം തെറിപ്പിക്കുന്നു. ഞാൻ ചുമ്മാ കൈ വെക്കുന്നതാണ്, എല്ലാരും എന്റെ അടുത്ത് പോകുന്നത്. അവിടെ ഉണ്ടോ? ആണോ? ആ ഏസുകൊണ്ടാ മീനെ കണ്ടടി. ഏസു എങ്ങനെയുണ്ട്? കൊള്ളാമോ? മോനെ ഒത്തിരി കിടന്ന് കറങ്ങണ്ട. എന്തോരം മീനാ. നമുക്ക് പിടിക്കാം കേട്ടോ. ഇത് തിന്നുന്നില്ല തന്നെ. നിങ്ങളെ ഉണ്ടല്ലോ തിന്നാൻ വരുമ്പോ ഒമാരങ്ങ് അമർക്കുക. കൈ തിന്നുവാൻ ഒരെണ്ണത്തിനെ പിടിച്ച് പൊക്കിക്കേ. വേണ്ട വേണ്ട. ഇഷ്ടപ്പെട്ടാടി? എനിക്ക് നിന്നെ ഇഷ്ടമല്ല, നീ പോ, ഫിലോപ്പി പോ, മറ്റവര് പോ. വാരി വാരി എറിയുവോ കേട്ടോ. അവിടെ മൊത്തം എല്ലാരും ഉണ്ട്. ഏസുവിന്റെ പുറകെയാണ് എല്ലാരും. ഏസു ഒത്തിരി തീറ്റ കൊടുക്കുന്നില്ല. ഏസു കേട്ടാ ഫോൺ കൊടുക്കുമ്പോ വരുന്നുണ്ടോടി? അയ്യോ അങ്ങ് പോയി. എന്റെ വിരല് വായിക്കാത്ത കയറ്റി. കേസ് ഒത്തിരി കൊടുക്കണ്ട, നമുക്ക് അങ്ങ് വരെ വേണ്ടേ. ഇല്ല നമ്മുടെ കൂട്ടത്തിൽ വരത്തില്ല. ഇനി കുറച്ചു നേരം റെസ്റ്റ്. യേസുവിന് അതേ ഉള്ളു തൊഴിൽ. മീനെ കാണുന്നില്ല, വാരിയിട്ടോടങ്ങിയിരിക്കോ. യേസു ബക്കറ്റ് അങ്ങ് പിടിച്ച്. ബക്കറ്റ് അതെ. യേസുവിന്റെ വിചാരം ഇവര് പട്ടിണി കിടക്കുക, അതുകൊണ്ട് മൊത്തം കൊടുക്കണം. അയ്യോ നമ്മളെ കറക്കുക. എക്സ്പ്രഷൻ ഇടാ എന്തെങ്കിലും. നമ്മളെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മോളമ്മയുടെ ആപ്പീസ് ഇപ്പൊ പൂട്ടും. യേസു കള്ളാവോ? ടാറ്റാ ബൈ ബൈ സീ യു പറ. ഷിയു. ആ നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഈ ക്വാറിയുടെ സൈഡിലായിട്ട് കുറച്ച് പിള്ളേർക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് പാട്ട് കേട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർ തന്നെ അവിടെ പാട്ടും വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ഫാം ആനിമൽസും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. കിളി 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 കിളി. ഇങ്ങോട്ട് നോക്കിയാ ഒരാൾ ചെവി കൊത്തി ഇവിടെ വയ്ക്കും. തോണ്ടാ ചത്തി കിടക്കുന്ന മീനല്ല കേട്ടോ. കൊണ്ടാ വലുതിനെ കണ്ടോ?
ഇത് എടുക്കുന്ന പോലെ അല്ലേ മറ്റേ നമ്മുടെ ക്രോക്കഡൈല് ഇത് നോക്കി അനങ്ങാതെ കിടക്കുവാണ്. ഇതിനകത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ വന്ന സമയത്ത് തന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടായിരുന്നു കൊട്ടവഞ്ചി സഫാരിക്ക് പോയത്. വേണ്ടേ ഫുഡ് വന്നു. എല്ലാവരും മീൽസ് ആയിട്ട് പറഞ്ഞ മീൽസും ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, നല്ലൊരു വ്യൂവിലിരുന്ന് നിന്റെ എടുക്കാം. ദാ ചോറ് കഴിച്ച് കാണിക്കേ. ഞങ്ങളപ്പോൾ KPM ഫാമില് പോയിട്ട് വന്നു കേട്ടോ. ലഞ്ചൊക്കെ കഴിച്ചിട്ട് തിരിച്ച് കയറി. ആക്ച്വലി ഇതിനകത്ത് വേറെ ഫാമിനകത്ത് കാണാനായിട്ടൊന്നുമില്ല. ആ ഫിഷിൻ്റെ പരിപാടിയാണുള്ളത്. അത് ഇതിനകത്ത് കയറുന്നതിന് ഒരു എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. 50 രൂപയേ ഉള്ളൂ ഒരാൾക്ക്. അത് കഴിഞ്ഞ് പിന്നെ കൊട്ടവഞ്ചിക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 100 രൂപ വെച്ച്. ലഞ്ച് കഴിച്ചു. ഞങ്ങൾ ഊണാട്ടോ കഴിച്ചത്. നല്ലായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. റീസണബിൾ റേറ്റുമാണ്, കുഴപ്പമില്ല. ഇനി നമ്മൾ വാഗമണ്ണൂന്ന് നേരെ തിരിച്ച് അടൂർക്ക് പോവുകയാണ്. അങ്ങനെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് നമ്മുടെ കഴിഞ്ഞു. അങ്ങനെ വാഗമൺ വന്നു, 1 ഡേ. യെസ്. സോ ഗൈസ്, ഞങ്ങൾ തിരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരമായി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തേക്കുക. അപ്പോൾ ശരി, ബൈ.